നമ്മളൊരു പ്രതിഷേധത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കാണ് സ്വയം നിയന്ത്രണം വേണ്ടത്. എവിടെ വരെ ആ പ്രതിഷേധം കടന്നു ചെല്ലാം എന്നുള്ളത്. 5 പേരോ 6 പേരോ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ അത്രയും ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10-35 പോലീസുകാരുണ്ടായിരുന്നു. മന്ത്രിയുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിയെ യാതൊരു തരത്തിലും സ്പർശിച്ചിട്ടില്ല തുടങ്ങിയ ന്യായീകരണങ്ങളൊക്കെ ശരിയാണ്. അതൊക്കെ വാസ്തവമായിരിക്കും. ഞാൻ ഓൺ എയറിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ സംഭവഗതികളെല്ലാം ഉണ്ടായത്. ഞാൻ വിശദമായ ദൃശ്യങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. മന്ത്രിയുടെ അടുത്തേക്ക് ആരെങ്കിലും പോയി എന്ന് സാധൂകരിക്കാൻ കഴിയുന്നൊരു ദൃശ്യം ഈ നിമിഷവും ഞാൻ കണ്ടിട്ടില്ല. ഇനി അത് പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് ഉണ്ടാവുക. ഞാൻ ഈ പറയുന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞത്. പറഞ്ഞതും ഇതുതന്നെയാണ്. അതായത് നിലവിൽ ദൃശ്യങ്ങൾ കണ്ടിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും, ഞങ്ങൾ അതിനെ അപലപിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ ദൃശ്യങ്ങൾ വിശദമായി ഓണയറിലടക്കം കണ്ടപ്പോൾ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എല്ലാം ദൃശ്യങ്ങളിൽ വേണമെന്നില്ല. നോക്കൂ, നമ്മളൊരു പ്രതിഷേധം നടക്കുമ്പോൾ പൊതുക്രമത്തിന് വിരുദ്ധമായ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ ഡാമേജിനും, അവിടെ ഉണ്ടാകുന്ന എല്ലാ കൊളാട്രൽ ഡാമേജിനും നമ്മളാണ് ഉത്തരവാദികൾ. കാരണം അവിടേക്ക് സ്വാഭാവികമായ സഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ് മന്ത്രി വീണ ജോർജ് എന്നിരിക്കെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇതൊരു സംഘർഷാത്മകമായ സാഹചര്യമാണ്. 19 വയസ്സിനോടടുത്തൊരു സ്ത്രീയാണ്. അവർ കുഴഞ്ഞു വീണു എന്നിരിക്കട്ടെ, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അവർക്ക് BP വേരിയേഷൻ ഉണ്ടായി എന്നിരിക്കട്ടെ, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? ഇത്രയേ സംഭവിക്കൂ എന്ന് ആരെങ്കിലും കവടി നിരത്തി എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ത് പ്രശ്നമാണ് എങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും ആ പ്രതിഷേധം നടത്തുന്നവരിൽ നിക്ഷിപ്തമാണ് എന്നതാണ് എൻ്റെ ന്യായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ സ്പർശിച്ചിട്ടില്ല, ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി അതും പോകട്ടെ, മന്ത്രിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കട്ടെ. അവിടെ ധാരാളം പൊതു ആളുകളുള്ള ഇടമാണ്. അവിടെ മറ്റൊരാൾക്ക് ഈ സംഘർഷാത്മകമായ ദൃശ്യം കണ്ടിട്ട് അവർക്ക് മറ്റൊരാൾക്ക് അവിടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായി എന്നിരിക്കട്ടെ, ആരാണ് അതിന് ഉത്തരവാദിത്വം പറയാം? അപ്പോൾ പൊതുക്രമം എന്ന് പറയുന്നിടത്ത് പബ്ലിക്കായിട്ടൊരു ഡിസിപ്ലിൻ പാലിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകണം.